റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു. എന്ത് പറ്റിയതാ? ബ്രേക്കപ്പ്. വിശദമായിട്ട് പറഞ്ഞു. ഗേൾഫ്രണ്ട് ഉണ്ടോ? ഉണ്ടായിരുന്നു, അത് പോയി. എന്നാ നമുക്കായിട്ട് കഥ പറഞ്ഞാലോ? അയ്യോ, അത് ഭയങ്കര ട്രാജഡി. ഇനി അത് അവളായിട്ട് കണ്ടിട്ട് വേണോ ഇനി? എന്റെ പൊന്നോ വേണ്ട. എങ്ങനെ ബ്രേക്കപ്പ് ആയി? എന്തിനെങ്ങനെ ബ്രേക്കപ്പ് എന്ന് വെച്ചാൽ ബെസ്റ്റ്. ബെസ്റ്റി ആയിരുന്നോ? അതുപോലെ റിലേഷൻഷിപ്പ് ആയിട്ട് കണ്ടത്? അങ്ങനെ ആയിട്ടൊന്നല്ല. ബെസ്റ്റ് ആയിട്ട് തുടങ്ങി, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് റിലേഷൻഷിപ്പ് ആയി. പറഞ്ഞു. അങ്ങനെയല്ല, ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ അവര് വേറെ ബെസ്റ്റ് ആയിട്ട് വേറെ റിലേഷൻ ആയിരുന്നു. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു, പക്ഷെ പുള്ളിക്കാരിക്ക് ഒരു ബെസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് അത് നൈസിന് നിന്നെ തേച്ചു. അങ്ങനെയൊന്നും പറയാം. കാരണം എന്താ പറഞ്ഞേ? കാരണം ഞാൻ ടോക്സിക് ആണ്. നീ ടോക്സിക് ആണ്, നീ പോസിറ്റീവ് ആയിരുന്നു. യെസ്. നീ പോസിറ്റീവ് ആണെന്നാ? ആദ്യമായിട്ട് ഞാൻ പോസിറ്റീവ് ആണ്, ഞാൻ ടോക്സിക് ആണെന്ന് പറഞ്ഞ ഒരാളെ കണ്ടു. അങ്ങനെയല്ല, അവർക്ക് ഇഷ്ടപ്പെടാത്തവര് അവരങ്ങനെ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു കൊടുത്ത്. എന്നിട്ട് നീ ആ പോസിറ്റീവ്നെസ് അല്ലെങ്കിൽ ആ ഒരു ടോക്സിസിറ്റിന്ന് മാറാനായിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ മാറാനായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നൈസിന്, പിന്നെ അവർക്ക് ശല്യാന്ന് പറഞ്ഞ പിന്നെ നമ്മൾ. അപ്പൊ അടുത്തൊരു റിലേഷൻഷിപ്പ് വരികയാണെങ്കിൽ നീ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നീ അവരോട് കുറച്ചുകൂടി ഒരു ടോക്സിസിറ്റി കുറയ്ക്കുക, അല്ലെങ്കിൽ നീ അത് ഇല്ലാണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കുറയ്ക്കും. നിനക്ക് സ്വയം ഒരു ബോധ്യം കിട്ടി? ഇപ്പൊ കമ്മിറ്റഡ് അല്ലാന്നല്ലേ ഉള്ളൂ. പഴയ വല്ല കമ്മിറ്റഡ് സ്റ്റോറി വല്ലതും പറയാനുണ്ടോ? ഉണ്ട്, പക്ഷെ ഒരു ഫ്രണ്ടിന്റെ ആയിട്ടാണ്. ഇന്റർകാസ്റ്റ് ആയിരുന്നു, രണ്ടുപേരും ഒരു ലോങ് ടേം റിലേഷൻ ആയിരുന്നു. ഒരു 5-6 വർഷം വരെ ഉണ്ടായിരുന്നു. ഇന്റർകാസ്റ്റ് ആയത് തന്നെ പെണ്ണിന്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി. അങ്ങനെ പ്രശ്നമായിട്ട് ഈ ചെറുക്കൻ മീൻസ് സ്കൂളിൽ പഠിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ നമ്മളറിയാമല്ലോ മറ്റേ പോക്സോ സംഭവം. അങ്ങനെ ഈ പെണ്ണിൻ്റെ വീട്ടുകാരെന്ത് ചെയ്തു, പോക്സോ കേസ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊടുത്തു. അത് പെടുത്തിയതാണ്. ഈ പെണ്ണിൻ്റെ വീട്ടിൽ അറിഞ്ഞിട്ട് ഈ പെണ്ണിൻ്റെ അമ്മയുടെ നാട്ടിലോട്ട് കൊണ്ടുപോയി, കൊല്ലത്ത്. എന്നിട്ട് അവിടെ ചെറുക്കനെ വിളിച്ച് വരുത്തിയിട്ട് ആ ചെറുക്കനെ വീട്ടുകാർ മൊത്തം പിടിച്ചെടുത്തിട്ട് അവിടെ തന്നെ അവർ അടിക്കുകയൊക്കെ ഉണ്ടായി. എന്നിട്ട് നേരെ പോലീസിൽ പോയി കംപ്ലൈൻറ്റ് എടുത്തു, പോക്സൊക്കെ കൊടുത്തു. ഇപ്പം ചെറുക്കൻ ജയിലില്, പെണ്ണ് നാട്ടിലുണ്ട്. ഇപ്പൊ അങ്ങനെയാണ് നടക്കുന്നത്. ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല? പ്രപ്പോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കോളേജിലാണോ? ഈ കോളേജിലൊന്നല്ല, പുറത്ത്. എന്നിട്ട് നോ പറഞ്ഞു. എന്തോ റിലേഷൻഷിപ്പ് ഇല്ല, പൊട്ടിപ്പോയി. അത് എങ്ങനെയായിരുന്നു? ഇപ്പം ഒരാളുണ്ടെങ്കിൽ നമ്മൾ അയാൾ തന്നെ നിക്കണം, അല്ലാതെ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ പരിപാടിക്ക് പോകില്ല. അതെ, ബെസ്റ്റ് അല്ല. എന്താ പറയാ, ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് ഓക്കെയാണ്. അതിന്റെ അടിയിൽ കൂടെ വേറെ നോക്കുന്നത് അത് ശരിയാണോ? നമ്മളോട് ഇല്ല. രണ്ട് റിലേഷൻഷിപ്പ് അത് പാടില്ല. എനിക്ക് റിലേഷൻഷിപ്പ് താല്പര്യമുള്ള ആളല്ല ഞാൻ. അല്ല എനിക്കിങ്ങനെ കമ്മിറ്റ്മെന്റ്സിനോടൊന്നും അങ്ങനെ വലിയ താല്പര്യമുള്ള ആളല്ല. എനിക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആളല്ല ഞാൻ. പറ്റത്തില്ല, ഭയങ്കര പാടാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ ഫ്യൂച്ചറിൽ കല്യാണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതും റെസ്പോൺസിബിലിറ്റി അല്ലേ? അപ്പൊ അതിനോടൊന്നും ഇല്ല, ഇൻട്രസ്റ്റ് ഇല്ല. കല്യാണത്തിനോട് ഇൻട്രസ്റ്റ് ഇല്ല. ഇങ്ങനെ ഫ്രീ ബേർഡ് ആയിട്ട് അങ്ങനെയാണ് ഞാൻ ഈ കോളേജിൽ പാടുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണ് അതിന്റെ റീസൺ? മേ ബി പാസ്റ്റ് റിലേഷൻഷിപ്സ് ആയിരിക്കാം. ഓക്കെ, തേപ്പെട്ടി അത്യാവശ്യം ആ സ്റ്റോറി പറയുന്നു, അത് അല്ലെങ്കിൽ അതിന്റെ ഓവറോൾ ഒരു എക്സ്പീരിയൻസ്. അത് കാരണം ഇനി കല്യാണമേ വേണ്ട എന്ന് ഡിസൈഡ് ചെയ്ത ആളാണ്. അത് കാരണം എന്നല്ല, പക്ഷെ പിന്നീട് ഓരോ കാര്യങ്ങൾ കണ്ടറിഞ്ഞും അറിയും. ബാക്കി ഫ്രണ്ട്സിൻ്റെ ആയിരുന്നാലും പല കാര്യങ്ങളായിട്ട് അറിയുമ്പോൾ, ഇപ്പം റിലേറ്റീവ്സിൻ്റെ ഒക്കെ ആയിരുന്നാലും കാര്യങ്ങളൊക്കെ അറിയുമ്പോഴത്തേക്കും തോന്നിപ്പോയി. ഓക്കെ.